ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു വിട്ടോപ്പിയ. 2025 നാഷണൽ അവാർഡ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിൽ കൺസിഡർ ചെയ്തിരിക്കുന്ന 2023 സിനിമകളാണ്. കാരണം പാൻഡമിക് കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ സ്ലോലി പിക്കപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. 2023 എത്തിയിട്ടേ ഉള്ളൂ. 2023 സിനിമകളാണ് ഇതിനു വേണ്ടി കൺസിഡർ ചെയ്തിരിക്കുന്നത്. അവാർഡ് നിർണയം എങ്ങനെയുണ്ട് അത് നമുക്കിപ്പോൾ തന്നെ ഇതിനകത്തിലെ പല കാറ്റഗറിയിലെയും അവാർഡ് കൊടുത്തിരിക്കുന്ന ഒരു ജോക്കായിട്ടും പലതും ഒരു കോൺട്രവേഴ്സ്യലായിട്ടും ഒക്കെ മാറിയിട്ടുണ്ട് ഇതിനോടകം തന്നെ എല്ലാവരുടെയും റെസ്പോൺസസ് വെച്ചിട്ട്. ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഇതിൻ്റെ മേജർ കാറ്റഗറീസ് പ്ലസ് സൗത്ത് ഇന്ത്യൻ മൂവീസ്, അതായത് ഈ ഞാൻ കാണുന്ന പടങ്ങളല്ലേ, ഞാൻ കണ്ടിട്ടുള്ള പടങ്ങളെ പറ്റിയിട്ടേ സംസാരിക്കുന്നുള്ളൂ. ഇന്നലെ മുതൽ കാണുന്ന റെസ്പോൺസസ് ഒക്കെ വെച്ചിട്ട് ഈ അവാർഡ് നിർണ്ണയം എന്ന് പറയുന്നത് പലരും പറയുന്നത് ഇതൊരു ജോക്കായി മാറി, അല്ലെങ്കിൽ ഈ ഫിലിം അവാർഡ്സിന്റെ ഒരു ക്രെഡിബിലിറ്റിയെ തന്നെ ഇത് ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്കുള്ള അവാർഡ് നിർണ്ണയമായിട്ട് മാറി. എസ്പെഷ്യലി സൗത്ത് ഇന്ത്യ, അതായത് കേരളത്തിൽ നിന്ന് ഭയങ്കര കോൺട്രവേഴ്സ്യലായിട്ടുള്ള ഒരു പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനുണ്ടായിട്ടുള്ളത്. ദ കേരള സ്റ്റോറി, ബെസ്റ്റ് ഡയറക്ഷൻ പ്ലസ് സിനിമാറ്റോഗ്രാഫി, ഈ 2 അവാർഡുകൾ ഈ ചിത്രത്തിന് കൊടുത്തിട്ടുണ്ട്. ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂവിയെ പറ്റിയിട്ട് വിക്കിപീഡിയയിൽ ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്താൽ പോലും നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലിയർലി എ പ്രൊപ്പഗൻഡ ഫിലിം എൻഡോസ്ഡ് ബൈ ദ റൂളിംഗ് പാർട്ടി. ഇനി വിക്കിപീഡിയയിലുള്ള എല്ലാം ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അത് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ള അതോറിറ്റി അല്ലെങ്കിൽ ആ കാറ്റഗറിയിൽ വരുന്നവർക്ക് എഡിറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് 100% റെലവൻ്റ് ഒന്നുമല്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നടന്നതും കണ്ടതും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോഴും ഇവിടെ എതിരെയുള്ള പ്രതികരണങ്ങൾ നടക്കുന്നു. ഈ സിനിമ ഇറങ്ങിയ സമയത്തും റൂളിംഗ് പാർട്ടിയും ഇതിൻ്റെ ഓപ്പോസിഷൻ പാർട്ടിയും കേരളത്തിലെയൊക്കെ ഒരേപോലെ ഈ സിനിമയ്ക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്, തെലുങ്കാന അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇതിനെതിരെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റിവ്യൂ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ വന്നാണ്. അത്തരത്തിലുള്ള ഒരു സിനിമയെ ഈ രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ബെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കോണ്ടന്റ് ഓറിയന്റഡ് പെർസ്പെക്റ്റീവിൽ നിന്ന് മാറിയിട്ട് ഒരു പക്ഷേ ഇതിൻ്റെ ക്രാഫ്റ്റ് എങ്ങനെ വന്നിരിക്കുന്നു, ഇതിൻ്റെ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് മാത്രമാണ് നോക്കിയിരിക്കുന്നതെങ്കിൽ ഇത് കണ്ടവരാണ് പറയേണ്ടത്. ഞാൻ ഈ ചിത്രം കണ്ടിട്ടില്ല. ഇത് കണ്ടവർക്ക് തോന്നുന്നുണ്ടോ ഇത് ബെസ്റ്റ് ഡയറക്ഷന് കൊടുക്കേണ്ടിയിരുന്ന രീതിയിൽ അത്ര കിടിലമായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഈ ദ കേരള സ്റ്റോറി എന്നുണ്ടെങ്കിൽ? അത്തരത്തിലുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ അത്തരത്തിലല്ലെങ്കിൽ ആണ് ഇതൊരു പ്രശ്നമായിട്ട് വരുന്നത്. അതൊരു പ്യൂർലി ഒരു പ്രൊപ്പഗണ്ട മൂവിയായിട്ട് മാറുന്നതും അതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് മാറുന്നതും അതുകൊണ്ട് തന്നെയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇതിനെ എമ്പുരാനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല എന്ന് തന്നെ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ രീതിയിലൊരു സിനാരിയോ ആണെങ്കിൽ പോലും എമ്പുരാൻ ഈസ് ഡിഫറെൻറ്റ്. ഇവിടെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിൻ്റെ തന്നെ പേരൊക്കെ വെച്ചിട്ട് ഒരു സബ്ജക്റ്റിനെ എൻഡോഴ്സ് ചെയ്യുമ്പോൾ അതിന് പിന്നിൽ എന്തായാലും ഒരു പൊളിറ്റിക്കൽ അജണ്ട അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗണ്ട ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും. 12th ഫെയിൽ ഒരു സംശയമില്ലാതെ പറയാം വൺ ഓഫ് ദ ബെസ്റ്റ് ഹിന്ദി ഫിലിം തന്നെയായിരുന്നു 2023. അതിലെ മികച്ച സംവിധാനം, മികച്ച ഒരു സിനിമ, മികച്ച പെർഫോമൻസ്, എസ്പെഷ്യലി വിക്രാന്ത് മെസ്സേ ഡിസേർവിംഗ് ആയിട്ട് തന്നെ പുള്ളിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഈ ജോക്ക് എന്ന് പറയുന്ന ഒരു പാർട്ടായിട്ട് മാറിയത് അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ സ്വന്തം കിങ് ഖാനാണ്. ഷാറൂഖ് ഖാൻ 10-30 വർഷത്തിന് ശേഷം ഇത്രയും നാൾ അവാർഡ് കിട്ടാതിരുന്നിട്ട് ആ മനുഷ്യന് ഇപ്പോൾ ഒരു അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ഈ പുരസ്കരിച്ച് ദണ്ഡിക്കുക എന്നൊക്കെ പറയുന്ന പോലെ പുരസ്കരിച്ച് കളിയാക്കി മാറ്റിച്ചു വിടുന്ന ഒരു ഏർപ്പാടായിട്ട് മാത്രമേ നമുക്കത് കാണുന്നുള്ളൂ. എനിക്കറിയത്തില്ല ഇതിനെ SRK ഫാൻസൊക്കെ എങ്ങനെയാണ് ഇത് എടുക്കുന്നതെന്നുള്ളത്. പക്ഷേ ഈ രീതിയിലൊരു അവാർഡ് കൊടുക്കേണ്ടിയിരുന്നില്ല. ഇപ്പം ഹോളിവുഡിലൊക്കെ ലിയനാർഡോ ഡികാപ്രിയോ ഒക്കെ എത്രയോ മികച്ച സിനിമകൾ ചെയ്തിട്ടും ഒരു ഓസ്കാർ അവാർഡ് മിസ്സായി പോയിട്ട് ഏറ്റവും അവസാനം അദ്ദേഹം ഒരു അവാർഡ് നേടിയെടുത്തു. പക്ഷെ ആ ഒരു ചിത്രത്തിലെ അഭിനയമോ അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തെ പറ്റിയിട്ടോ എനിക്ക് തോന്നുന്നില്ല ഒരുപാട് പേരൊന്നും നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഈവൻ അതിനേക്കാൾ മികച്ച പെർഫോമൻസസ് അദ്ദേഹം ഇതിന് മുന്നിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു കേസല്ല പക്ഷേ ഇവിടെ ഷാറൂഖ് ഖാൻ സംഭവിച്ചിരിക്കുന്നത്. ഷാറൂഖ് ഖാൻ എനിക്ക് തോന്നുന്നു പുള്ളിയെ ഈ രീതിയിൽ അപമാനിക്കരുതായിരുന്നു എന്നാണ് തോന്നിയത്. കാരണം ഇങ്ങനെ ഒരു അവാർഡ് ബെസ്റ്റ് ആക്ടറായിട്ട് 12th ഫെയിലിൽ അഭിനയിച്ച വിക്രാന്ത് മെസ്സയുടെ കൂടെ പുള്ളിയെ പിടിച്ചിട്ടിട്ട് ഈ അവാർഡ് കൊടുത്തത് ഒരു പുള്ളിയെ അപമാനിക്കുന്നതിന് തുല്യമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിനൊപ്പം എടുത്തു പറയേണ്ടത് സന്ദീപ് റെഡ്ഡി വങ്ക, കോൺട്രവേഴ്സ്യൽ ഡയറക്ടർ, അതായത് മെയിൽ മിസോജിനിസ്റ്റ് എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ മാത്രം പടം ചെയ്യുന്ന സന്ദീപ് റെഡ്ഡി വങ്കയുടെ ആനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ആനിമൽ അല്ലായിരുന്നു. പുള്ളി ഇനി അടുത്തത് ആനിമൽ പാർക്കായിട്ടൊക്കെ ആയിട്ടാണ് വരാൻ പോകുന്നത്. പക്ഷേ ആ സിനിമയിൽ കുറേ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് മലയാളീസ് ഉൾപ്പെടെയുള്ളവർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഞാൻ പറയാം. പക്ഷേ ആ സിനിമയിൽ ഗംഭീരമായ പെർഫോമൻസ് ആണ്. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ രൺബീർ കപൂർ നടത്തിയത്. ഈവൻ നിങ്ങൾ വിക്രാന്ത് മെസ്സയുടെ കൂടെ രൺബീർ കപൂറിനെ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ പോലും
ക്വൈറ്റ് കൺവിൻസിങ് ആയിരുന്നു എന്നാണ് എനിക്ക് ഫീൽ. ചിലർ ചോദിക്കും പുഷ്പയ്ക്ക് നമ്മളുടെ അല്ലു അർജുന് അവാർഡ് കൊടുത്തില്ലേ? പക്ഷേ ജവാൻ എന്ന് പറയുന്ന സിനിമയിലെ ഷാരൂഖ് ഖാന്റെ ക്യാരക്ടേഴ്സോ അല്ലെ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലു അർജുൻ പുഷ്പ എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു ഐക്കോണിക് ക്യാരക്ടറായിട്ട് പുള്ളി അത് മാറ്റിയിട്ടുണ്ട്. കേസ് നമ്മളുടെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിന്റെ കാര്യത്തിൽ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചാർലിക്ക് ദുൽഖർ സൽമാൻ അവാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാർലി സിനിമയിലെ ദുൽഖർ സൽമാന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് അത്ര കണ്ട് ഐക്കോണിക് ആയിട്ട് മാറിയ ഒരു പെർഫോമൻസ് ആണ്. അതിൽ നമുക്കത് കൺവിൻസിങ് ആണ് ഏറെക്കുറെയൊക്കെ. അപ്പോൾ അതേപോലെ തന്നെയായിരുന്നു പുഷ്പയ്ക്കും. പക്ഷെ ഒരു തരത്തിലും ഈ SRKക്ക് കൊടുത്തതിനോട് നമുക്ക് ന്യായീകരണങ്ങളില്ല. ഇതിലും ബെറ്റർ രൺബീർ കപൂറിന് വിക്രാന്ത് മസയുടെ ഒപ്പം അവാർഡ് ഷെയർ ചെയ്യാനുള്ള അവസരം കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിയേനെ ആ ഒരു ജഡ്ജ്മെന്റ്. ബെസ്റ്റ് ആക്ട്രസ് റാണി മുഖർജി ഫോർ മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ. കൃത്യമായിട്ട് ഈ അവാർഡുകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു ബോളിവുഡിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സൗത്തിനെയൊക്കെ അങ്ങ് തേച്ചൊട്ടിക്കുന്ന രീതിയിലുള്ള ഒരു അവാർഡ് നിർണ്ണയമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓക്കെ പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ സിനിമ കണ്ടിരുന്നു. അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലൗഡാണ്. പക്ഷേ കുറെ കരച്ചിൽ, കുറെ സ്ക്രീമിങ് അങ്ങനെയൊക്കെ ഉള്ള കുറച്ചുകൂടെ ലൗഡായിട്ടുള്ള പെർഫോമൻസ് ആണ് റാണി മുഖർജി വാസ് ഓക്കെ. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ഓക്കെ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഓപ്പോസിറ്റ് നിന്നത് അല്ലെങ്കിൽ മത്സരിച്ചത് ഉള്ളൊഴുക്കിനകത്തിലെ ഉർവശിയുടെ കൂടെ ആയിരിക്കണമല്ലോ. ഉള്ളൊഴുക്കിലെ ഉർവശിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ എനിക്കൊന്ന് ഒത്തിരി അണ്ടർപ്ലേ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരുപാട് ഇമോഷൻസിനെ ഉള്ളിലൊതുക്കിക്കൊണ്ട് ആ സിനിമയുടെ ടൈറ്റിലിന് റെലവെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പെർഫോമൻസ്, ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇമോഷൻസിനെയൊക്കെ ഉള്ളിൽ ഒതുക്കി അവർ പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രം പറ്റുന്ന രീതിയിൽ, എനിക്ക് തോന്നുന്നു വേറൊരു ആക്ട്രസിന് പെർഫോം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പെർഫോം ചെയ്ത ഒരു കഥാപാത്രമാണ്. ഞാൻ അതിൻ്റെ റിവ്യൂ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു ക്യാരക്ടറിനെയൊക്കെ ആ സിനിമ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ആ സിനിമയിൽ അവർ ലീഡ് റോളാണ്. പാർവതി തിരുവോത്തുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഇതിനകത്ത് ലീഡ് റോൾസ് ആണ്. ഈ ലീഡ് റോൾ ചെയ്തവരെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ആക്കുന്നത് നമുക്ക് കുറച്ച് ഐഡിയ ഉണ്ടല്ലോ. അതായത് ഇങ്ങനെയാണ് ഇതിന്റെ കാര്യം, ഇങ്ങനെ ഇതെല്ലാം അങ്ങ് മാറ്റിമറിക്കുകയാണ്. ബെസ്റ്റ് ആക്ടറിന് പരിഗണിക്കേണ്ടവരെ തന്നെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ എന്നുള്ള രീതിയിലാക്കിയിട്ട് അങ്ങനെ ഒരു സൗത്തിലേക്ക് അത് കൊടുത്ത് അങ്ങ് ഒതുക്കിയേക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു അവാർഡ്. അതേപോലെ തന്നെയാണ് പൂക്കാലത്തിലെ വിജയരാഘവന്റെ റോൾ. കാരണം പൂക്കാലത്തിലെ നായകൻ വിജയരാഘവനാണ്. നായകൻ ചെയ്ത റോൾ അല്ലെങ്കിൽ ലീഡ് റോൾ ചെയ്ത ഒരാള് സപ്പോർട്ടിംഗ് ആക്ടർ എന്ന് പറയുന്ന ഒരു അവാർഡാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവർക്ക് അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഈ കാറ്റഗറിയെ തന്നെ അങ്ങ് മാറ്റിമറിക്കുന്ന രീതിയിലുള്ള അവാർഡ് നിർണ്ണയമൊക്കെയാണ് നടക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. അതല്ല എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം.